ഹായ് ഹലോ നമസ്കാരം. ടർബോ, മമ്മൂക്കയുടെ ടർബോ ജോസിന്റെ അടി സിനിമ ഇറങ്ങിയ ശേഷം ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ട്. എല്ലാവരും അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, രോമാഞ്ച പുളകിതരായി തിയേറ്ററിൽ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്നോടും കുറെ ആളുകൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചിരുന്നു. അതായത് നമ്മുടെ സ്വന്തം കോക്കണ്ണൻ അശ്വന്ത് കോക്ക്, അദ്ദേഹം ഇതിനെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. അത് വലിയ രീതിയിൽ ചർച്ചയാകുകയും അതിനെ മമ്മൂട്ടി കമ്പനി അതിനെതിരെ ഒരു സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഒഫീഷ്യൽ പോസ്റ്റർ തംബ്നെയിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഗംഭീരായം പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നോട് അഭിപ്രായം ചോദിച്ചിരുന്നു. എനിക്ക് പറയാനുള്ളത്, മമ്മൂക്ക ഇത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് പൈറസി ടീമും ഇവരൊക്കെയാണല്ലോ ഇത് കൊടുക്കുന്നത്. മമ്മൂട്ടി കമ്പനി കൊടുത്തു, നമുക്കത് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി അടുത്ത കാര്യമായിട്ട് പോയിട്ടുണ്ടാവും. മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിൽ ഇപ്പൊ ഇത്രേ പറയാൻ പറ്റുള്ളൂ. അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിൽ വളരെ മോശമാണ്, അത് ചെയ്യാൻ പാടില്ല. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. പുള്ളി നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് പടത്തിനെ ബാധിച്ചിട്ടുണ്ടോ? ഒരിക്കലും ബാധിച്ചിട്ടില്ല. അത്രയും ഹിറ്റായിട്ട് പടം ഓടിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് ഡേ കളക്ഷൻ 17.3 കോടിയാണ്. ഇനിയിപ്പോൾ ഞായറാഴ്ചയും കൂടി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ പറയാൻ പറ്റില്ല. നല്ല കളക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ നമുക്ക് നിന്നു എന്നിട്ടുണ്ടെങ്കിൽ അത് ചെറ്റത്തരമാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷെ പുള്ളി അത് ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരാതെ അതിനെക്കുറിച്ച് വെറുതെ ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. എന്തായാലും ഒരു തംബ്നെയിൽ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഊളത്തരല്ലേ ആണ് എന്തായാലും. പിന്നെ മമ്മൂക്ക ഇത് അറിയുകയാണെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയുകയോ ആ സ്ട്രൈക്ക് പിൻവലിക്കുകയോ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതൊക്കെ അവരുടെ കാര്യം. ഞാൻ വെറുതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചുമ്മാ ഇടപെടുന്നില്ല. എന്തായാലും നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു സംഭവം പടത്തിനെ ബാധിച്ചിട്ടില്ല. ബാക്കിയുള്ള എത്രയോ ആളുകൾ നല്ലത് പറയുന്നുണ്ട്. നെഗറ്റീവ് പറയുന്ന വേറെ ആൾക്കാരും ഉണ്ട്. ഞാൻ നല്ലതാണ് പറഞ്ഞത്, പക്ഷെ എൻ്റെതായ കമന്റിൽ എത്രയോ ആൾക്കാർ വന്നിട്ട് പടം പോരാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ അത്രേ ഉള്ളൂ. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെ മമ്മൂക്ക ഓരോ പ്രസ് മീറ്റിൽ വരെ വന്നിരുന്നിട്ട് അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, റിവ്യൂ പറഞ്ഞോട്ടെ എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ട് പുള്ളി ചെയ്തെങ്കിൽ അത് മോശമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ വീണ്ടും പറയുന്നു, മമ്മൂക്ക അത് അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ മമ്മൂക്ക അറിഞ്ഞുകൊണ്ടാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതിൻ്റെ ഒരു ക്ലാരിറ്റി വന്നിട്ട് നമുക്ക് പിന്നെ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ എന്തായാലും ഒരു സ്നീക്ക് പീക്ക് വന്നിട്ടുണ്ട്. 1 മിനിറ്റ് 7 സെക്കൻഡ് മാത്രം ഉള്ള ഒരു സ്നീക്ക് പീക്ക് വന്നിട്ടുണ്ട്. ഇത് കാണേണ്ടതാണ്. ഇതിന് മമ്മൂക്കിന്റെ ഒരു ഇണ്ണം കാച്ചി എൻട്രി ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് വാച്ച്. അയ്യോടാ, അടിച്ച് പഞ്ചറാക്കി കളഞ്ഞല്ലേ. അല്ല ഉച്ചേ, അല്ല വേന ഉണ്ടോടാ? വല്ല കോമായിലോ മറ്റോ ആണോ? കുത്തും കോമയൊന്നും അല്ല, മയക്കി കിടത്തിരിക്കുക. മയക്കി കിടത്തിരിക്കുവന്നല്ലേ? മയങ്കോട്ടെ ജോസേട്ടേ, എന്നാടാ ഇവന് തന്നെ പറ്റി? കോമായൊന്നും അല്ലടാ പേ, മയക്കി കിടത്തിരിക്കുവാ സിസ്റ്റർ. 5 ഹിന്ദുമാരുണ്ട്. ഹിന്ദു ഇൻസ്റ്റ, ഹിന്ദു ബമ്പിൾ, ഹിന്ദു +2, ഹിന്ദു ടിൻഡർ, ഹിന്ദുസ്. ഇതിലേതാ ഇപ്പൊ ഈ ഹിന്ദു? ഈ ഹിന്ദു ഇൻസ്റ്റ, ഹിന്ദു +2 ഒക്കെ മനസ്സിലായി. പക്ഷെ ഈ ബമ്പിളും ടിൻഡറും ഒക്കെ ആരാ? അപ്പന്മാരാന്നോ? അല്ല, ഡേറ്റിംഗ് ആപ്പാ. ഓ മച്ചേ, ഞാൻ നമ്മുടെ സെമിത്തേരി അഞ്ചല് മരത്തെ കയറിയെന്ന് പെരുന്നാൾ കണ്ടോളാം. താഴെ ഇറങ്ങത്തേ. അങ്ങനെ എങ്ങാനും നീ ചെയ്താ പിന്നെ കാലാകാലം നീ താഴേക്ക് ഇറങ്ങത്തില്ല. ഫുൾ ടൈം ഏറി തന്നെ ആയിരിക്കും. ഞാൻ ഈ സ്നീക്ക് പീക്ക് എന്ന് പറഞ്ഞപ്പോഴേ ഒരു പ്രോപ്പറായിട്ട് 1 മിനിറ്റുള്ള ചെറിയൊരു ഭാഗമായിരിക്കും എന്ന് വിചാരിച്ചു. ചുമ്മാ പല സ്ഥലത്തുനിന്നുള്ള കട്ടെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൽ പറയാനുള്ളത്, ആ ആദ്യത്തെ എന്താ പറയുക, ഹോസ്പിറ്റലിലെ സംഭവം അതൊക്കെ എനിക്കൊരു ആവറേജ് ഫീൽഡ് ഞാൻ കണ്ട സാധനമാണ്. കുഴപ്പമില്ല, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് ചുമ്മാ അങ്ങനെ പോകുന്ന രീതിയിൽ കണ്ടതാണ്. പിന്നെ മമ്മൂക്കേനെ അവിടെ കൊണ്ടാക്കിയിട്ട് അമ്മച്ചി ഈ പോകുന്ന സംഭവം, ഞാൻ ആ കാഞ്ഞിരി മരത്തേക്ക് കയറി ഇരുന്ന് കണ്ടോളാന്ന് പറയുമ്പോൾ അവിടെ കയറി നീ പിന്നെ ഫുൾ എയറിലായിരിക്കും പറഞ്ഞ സംഭവം കണ്ടപ്പോൾ എനിക്ക് പക്ക ഒരു പോത്തൻ ബാബ വൈബാണ് അവിടെ കിട്ടിയത്. അതിനുശേഷം ഒരു സാധനമുണ്ട്, ആ വണ്ടിയിൽ വന്നിട്ടുള്ള ഫൈറ്റ്. എൻ്റെ പൊന്നോ, ഫൈറ്റ് ഒരു രക്ഷയില്ല. ഈ പടം ഹിറ്റാണെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇവരെന്താണോ ട്രെയിലർ തന്നിട്ടുള്ളത് അതിന്റെ വലിയൊരു സംഭവം തന്നെ നമുക്ക് തന്നിട്ടുള്ളത്. വേറെ ഒന്നും ഇതിലൊരു മാറ്റമില്ല. മാത്രമല്ല, അത് അടിപ്പടം എന്ന് പറഞ്ഞ സാധനമാണ്. അടിയല്ലാണ്ട് എന്ത് തരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ സ്നേക് പീക്ക് പറയുമ്പോൾ ഞാനൊരു കറക്റ്റ് സാധനം പ്രതീക്ഷിച്ചു. ഇത് പല ഭാഗത്ത് പല സംഭവങ്ങളും എന്നുള്ള ഒരു ടീസർ പോലൊരു സാധനമാണ് തന്നിട്ടുള്ളത്. ഒരു സക്സസ് ടീസർ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ചെറിയൊരു സാധനമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ നല്ല പടമാണ്. നിങ്ങൾ കണ്ടു നോക്കുക. ഇനിയും കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അടിക്ക് വേണ്ടി ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. കണ്ടോ. ക്ലൈമാക്സ് ഭാഗത്തിന് വേണ്ടി